അഴിച്ചുവിടാനും തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ നാട്ടിൽ നീറ്റിന്റെ പേരിലാണ് ഇവിടത്തെ കോൺഗ്രസുകാര് ഇന്ന് സമരവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നീറ്റ് വിഷയത്തിൽ ഇവിടത്തെ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചരിത്രത്തിൽ ഏറ്റവും കരുത്തുറ്റ തീരുമാനം എടുത്തിട്ടുള്ള ഒരു സർക്കാരാണ്. കേന്ദ്രത്തിന്റെ എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മിലിറ്ററി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ കേരളത്തിലെ ഇന്ത്യയിലെ കുട്ടികളുടെ പരീക്ഷ സുഗമമായിട്ട് നടത്തിപ്പിക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രംഗത്തിറങ്ങിയ സംഭവം ഇവിടെയുള്ള ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നീറ്റ് എഴുതിയ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും അറിയാം. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ തീരുമാനം എടുത്തിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ നീറ്റ് കുറ്റമറ്റ രീതിയിൽ ഈ രാജ്യത്ത് നടപ്പാക്കുകയും ചെയ്തു, പരീക്ഷ നടപ്പാക്കുകയും ചെയ്തു. ആ സമയത്തൊന്നും നാട്ടിലില്ലാതെ ഉല്ലാസയാത്ര നടത്തിയ ക്രോണിക് ബാച്ചിലറായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇപ്പോ വന്നിട്ട് ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനായി അതിപ്രധാന സുരക്ഷാ സംവിധാനമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറാനും അവിടെ അക്രമം അഴിച്ചുവിടുവാനും നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടും ജനാധിപത്യ സംവിധാനത്തോടുമുള്ള വെല്ലുവിളിയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട കുട്ടികളെ, നീറ്റിൽ പങ്കാളിയായിട്ടുള്ള കുട്ടികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട്, അവരുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈ നാട്ടിൽ അക്രമം അഴിച്ചുവിടാനുള്ള രാഹുൽ ഗാന്ധിയുടെയും കൂട്ടാളികളുടെയും നീക്കത്തിനെതിരെ രാജ്യത്താകമാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾ നടക്കുകയാണ്. ആ ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന KPCCയുടെ ആസ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ കാണുന്നു മിസ്റ്റർ രാഹുൽ ഗാന്ധിക്കോ, രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിനോ, രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു രോമത്തിൽ തൊടാനുള്ള കരുത്ത് ഈ രാജ്യത്തില്ല എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ നടത്തിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് നടത്തിയ ഈ മാർച്ചിൽ പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാരും സന്നിഹിതരാണ്. സ്വാഗതം.